ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ACP നമ്മുടെ മീനാക്ഷിയുടെ പല ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പോലീസ് എന്ന രീതിയിൽ തൻ്റെ അടുത്തിന് ACP മീനാക്ഷിയും നല്ല പോലെ TV ചാനലിൽ നിന്ന് ഞെളിഞ്ഞെന്നാണ് അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്. ഈ നിൽപ്പെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാതെ മൈഥിലിക്ക് ആ നിൽപ്പും ഒരു പാരായി തന്നെ മാറുവാണ് ന്യൂസിൽ കാണുമ്പോൾ. കാരണം നമ്മുടെ മൈഥിലിയുടെ അമ്മായിയമ്മയായ താരക അത് ചുമ്മാ അതൊന്നും വിടാതെ പറയുന്നുണ്ട്. എടീ എന്നെ മോനെ വിഷമിപ്പിക്കാനെങ്ങാണ് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ശരിയാക്കി കളയും കേട്ടോടി അഴകിയ ലൈലേ എന്ന് പറയുന്നതും കൂടെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി എന്താണ് നമ്മുടെ ACPയോട് പരാതി പറയണം. ACP എന്തോ ഈ കാണിക്കുന്നത്, ഒരു ഭാര്യയോടുള്ള വല്ല ഉത്തരവാദിത്തങ്ങൾ ACP നിറവേറ്റുന്നുണ്ടോ? ACP നെട്ടി നിൽക്കുകയാണ്. ഇവളെന്തോ ഈ പറയുന്നത്, ഇവളെ അടിക്കും വഴക്കിന് വന്നിരിക്കുകയാണോ എന്ന് ACP നോക്കുമ്പോൾ അതിന് ഞാൻ എല്ലാം നിറവേറ്റുന്നു. എന്ത് നിറവേറ്റുന്നോ? കുന്നം നിറവേറ്റുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്? ഒരു ഔട്ടിങ്ങിന്, ഒരു ഡ്രസ്സ് മേടിച്ചു തരാൻ, ഒരു ഷോപ്പിങ്ങിന്, ഒന്ന് പുറത്തൊന്ന് ചുറ്റി കാണാനെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ACP. അതൊക്കെയായിരുന്നു കാര്യം. ACP തെറ്റിദ്ധരിച്ച് വേറെ എന്തൊക്കെയൊക്കെയോ ഉത്തരവാദിത്തങ്ങളാണ് ACP തെറ്റിദ്ധരിച്ചത്. പക്ഷേ മീനാക്ഷി കുഞ്ഞിൻ്റെ ആഗ്രഹം ജസ്റ്റ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അതിനെന്താ, നമുക്ക് ഇന്ന് തന്നെ പോയി കളയാലോ എന്ന് പറയുമ്പോൾ ഇന്ന് കൊണ്ടുപോകും. നീ പോയി ഒരുങ്ങ, ഞാൻ നീ പറഞ്ഞാൽ റെഡി. അപ്പോൾ ACP എനിക്കൊരു ഡിമാൻഡ് ഉണ്ടേ. അതെന്തുവാ? ACP എൻ്റെ കൂടെ യൂണിഫോം ഇട്ടിട്ട് വന്നാൽ മതി. യൂണിഫോം ഇട്ടോ? ഞാൻ നിൻ്റെ കൂടെ ലീവ് എടുത്തിട്ടല്ലേ വന്നത്, പിന്നെ എന്തിനാ യൂണിഫോം? അതൊക്കെ കാര്യമുണ്ട്. ACP യൂണിഫോം ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും പറയും, അത് കാര്യം പറ. പിന്നെ അത് ഒരു പോലീസുകാരൻ്റെ ഭാര്യയാകുമ്പോൾ ഒരു പോലീസുകാരൻ്റെ ഭാര്യയുടെ ഒരു അഭിമാനം, ഒരു പ്രസ്റ്റീജ്, ഒരു പൊങ്ങച്ചൊക്കെ തന്നെയല്ലേ. എനിക്ക് ACPയും കൊണ്ട് ഈ യൂണിഫോമൊക്കെ ഇട്ട് പൊങ്ങച്ചം കാണിച്ച് 4 പേരുടെ മുന്നിൽ നാട്ടി നല്ല പോലെ കറങ്ങി വിലസണമെന്ന് ആഗ്രഹം. അത് കൊള്ളാലോ മീനാക്ഷിക്ക് ഇത് ആഗ്രഹമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മീനാക്ഷിയുടെ ആഗ്രഹമല്ലേ, ഇനിയിപ്പോൾ അത് സാധിച്ചില്ല എന്ന് വേണ്ടിയില്ല, മീനാക്ഷിയുടെ എന്ത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പം ACP ഞാൻ കുഞ്ഞിനെയും കൂടെ റെഡിയാക്കട്ടെ? അത് വേണ്ട മീനാക്ഷി, കാരണം കുഞ്ഞെന്താണ് അമ്മയുടെ മുലപ്പാലൊന്നും അല്ലല്ലോ കുടിക്കുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. നമ്മൾ മാളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് വേഗത്തിൽ ഇൻഫെക്ഷനൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ദൈവം എടുത്ത് കൊടുത്തിട്ട് പോവാം. കുഞ്ഞും ACP ഞാനും നമ്മൾ 3 പേരല്ലേ നമ്മുടെ ലോകം. അപ്പം പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ എന്താണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അത് വേണ്ടാത്തതുകൊണ്ട് മീനാക്ഷി, നമുക്ക് കുഞ്ഞിനെ അമ്മയെടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. മീനാക്ഷിയും ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കിടയിൽ അവിടെ ഒരു റൊമാൻസ് അവിടെ നിന്ന് തളർത്ത് വരാൻ പോകുമ്പോഴത്തേക്ക് ACP എല്ലാ ആഗ്രഹം സാധിച്ചതെന്ന് പറഞ്ഞല്ലേ. അപ്പം അത് നോക്കി രണ്ടുപേരും തമ്മി ഒരു കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കുഞ്ഞ് വീണ്ടും കരഞ്ഞു. പക്ഷേ ഈ തവണ ACPക്ക് അത് ചിരി വന്നില്ല. ACPക്ക് ചെറിയ രീതിയിലൊരു നീരസം തോന്നി കുഞ്ഞിനോട് തന്നെ. കാരണം മീനാക്ഷി ഒന്ന് സ്നേഹിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞതിൻ്റെ ഇടയിൽ കയറിയല്ലോ എന്നൊരു ചെറിയൊരു നീരസം തോന്നി. പക്ഷേ എന്നാലും കുറച്ച് നേരം കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി അയ്യോ നമ്മുടെ കുഞ്ഞ് തന്നെയല്ലേ എന്നുള്ള രീതിയിൽ രണ്ടുപേരും ചിരിച്ചു. നമുക്ക് എന്തായാലും ദേഷ്യം തോന്നുന്നുള്ള രീതിക്ക് ചിരിച്ചു. മീനാക്ഷി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. മീനാക്ഷി എത്ര നല്ലൊരു മനോഹരമായ ഒരു അമ്മയെന്നുള്ള കാര്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ റെഡിയാവുന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് കൈ വെച്ചുകൊണ്ട് മീനാക്ഷി പോകുന്നു. അങ്ങനെ കുഞ്ഞിന് ദൈവമുടെ കൈ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ACP പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കാറിൽ കയറാൻ പോകുമ്പോഴത്തേക്കും ACP അടുത്ത് പറയുന്നുണ്ട്, AC നമുക്ക് ആ കാറിൽ കയറേണ്ട, നമ്മുടെ കാറിൽ കയറാം. എന്നിട്ട് അപ്പോൾ ആ വണ്ടി എന്ത് ചെയ്യും? ആ വണ്ടി നമുക്ക് എസ്കോർട്ട് വരട്ടെ. അത് കൊള്ളാലോ, പോലീസ് വണ്ടിയാണ്, സർക്കാരിൻ്റെ ഒഫീഷ്യൽ വാഹനമാണ്, അങ്ങനെ എസ്കോർട്ടിനൊന്നും വേണ്ടി കളിക്കണ്ട. പിന്നെ മീനാക്ഷിയുടെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഒരു കാര്യം പറയാം, നമ്മൾ പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് ഈ നമ്മുടെ പോലീസ് വെഹിക്കിളിലും പോകാനുള്ളത്. അതുകൊണ്ട് നമുക്ക് അവരെ കൂടെ കൂട്ടാം. പക്ഷേ അത് എസ്കോർട്ടൊന്നും അല്ല. പിന്നെ നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവിടം വരെ അവരും കൂടെ വരുമ്പോഴത്തേക്കും നിനക്കൊരു സന്തോഷമാവും. പക്ഷേ എന്നാൽ എൻ്റെ പവർ മിസ്യൂസ് ചെയ്യുന്നതും ഇല്ല എന്നത് എനിക്കൊരു സമാധാനമാവെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇറങ്ങുവാണ്. മീനാക്ഷി സർവ്വ രീതിയിലും ഒരു ACPയുടെ ഭാര്യ എന്ന പത്രാസ് കാണിക്കാൻ വേണ്ടി തന്നെ ACPയുടെ കൈയും പിടിച്ച് ഞെളിഞ്ഞ് നടക്കാനായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ മീനാക്ഷി പോലും പ്രതീക്ഷിക്കാതെ വലിയൊരു രീതിയിലുള്ള അഭിമാനകരമായ നിമിഷമാണ് മീനാക്ഷിയുടെ മുന്നിൽ വന്ന് കിട്ടുന്നത്. അപ്പോൾ ACPയും ഇവരും കൂടെ ഡ്രൈവ് ചെയ്ത് മുന്നിലിരുന്ന് പോകുമ്പം വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പെട്രോൾ പങ്ക് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് അവിടുത്തെ മാനേജർ ക്യാഷ് എല്ലാം കൂടെ ബാഗിലേക്ക് അടുക്കി വെക്കുമ്പോഴത്തേക്കും 2 കള്ളന്മാർ ഭയങ്കര വലിയൊരു ക്രിമിനൽസ് വന്ന് ആ കാശ് തട്ടിക്കൊണ്ട് ബൈക്കിനകത്ത് ആ കാശും കൊണ്ട് എസ്കേപ്പ് ആവാണ്. അപ്പോഴത്തേക്കും ഇത് വന്ന് ചെന്നപ്പെടുന്നവന്മാർ അയാളും പിറകെ ഓടുന്നുണ്ട്. നേരെ വന്ന് ചെന്നപ്പെടുന്നത് ACPയുടെ മുന്നിലാണ്. ACPക്ക് ഇത് കണ്ട ദേഷ്യം വന്ന് ACP അവന്മാരെ വെച്ച് ചേസ് ചെയ്ത് പിടിച്ച് അവന്മാരെ റോഡിയിട്ട് പിടിച്ച് നല്ല ഒന്നൊന്നര ACPയുടെ പോലീസ് ശൈലിക്കകത്തുള്ള നല്ലൊരു മെരുക്കലായിരുന്നു. ലാത്തി ഇല്ലെങ്കിലും ലാത്തിക്ക് പകരം തലയും കൈയും കാലും എല്ലാം ഉപയോഗിച്ച് ACP നന്നായിട്ട് അവന്മാരെ മെരുക്കിയെടുത്ത് ഒടിച്ച് പെറുക്കിയും തന്നെ പറയാം. അങ്ങനെ എല്ലാം ഒടിച്ചുകൊണ്ട് ACP നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ട് അവന്മാരെ ACP ആക്രമിക്കാൻ വരുന്നതെല്ലാം കണ്ട് മീനാക്ഷി
മീനാക്ഷി ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വളരെ സാഹസ്യമായ രീതിയിൽ തന്നെ ACP അവന്മാരെ കീഴടക്കി ഒരു കയ്യിൽ ഒരുത്തനെ ഇപ്പോഴത്തെ കയ്യിൽ ഒരുത്തൻ്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ച് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാക്കി വന്ന ആ എസ്കോർട്ടിന് വന്ന പോലീസ് വെഹിക്കിളിനകത്തുള്ള ബാക്കിയുള്ള ഓഫീസേഴ്സ് എല്ലാം വന്ന് ഇവന്മാരെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി അറസ്റ്റ് ചെയ്ത് പോയിരുന്നു. അപ്പം തന്നെ എന്താണ് അവിടുത്തെ പത്രക്കാരെല്ലാവരും വരുവാണ്, ACP ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? ഇതൊന്നും വലിയ കാര്യമല്ല, ഞാനൊരു പോലീസ് ഓഫീസർ, അതും ഞാനൊരു ACP ആണ്, എനിക്കിതൊക്കെ ഈ കള്ളന്മാരെ പിടിക്കുക എന്ന് പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ സഹജമായ ഒരു കാര്യമാണ്, ഇത് അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുന്നു. സർ എന്നാലും ഇത്ര എന്താണ് തൻ്റെ അടുത്തുകൂടി എന്താണ് കയ്യിൽ ഒരു രീതിയിലുള്ള എക്യുപ്മെൻസും ഇല്ലാതെ ഇവന്മാർ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഓട്ടിച്ചിട്ട് ചേസ് ചെയ്ത് പിടിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊന്നും കാര്യമില്ല എന്ന് ACP എന്താണ് വളരെ ഭവ്യത കീപ്പപ്പ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് ഏതൊരു ഓഫീസറാണെങ്കിലും അവരെല്ലാവരും കാണിക്കുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് കൂടെ നിൽക്കുന്ന ആരാ സാർ ചോദിക്കുന്നത്, അതെൻ്റെ വൈഫാണ്, എൻ്റെ വൈഫ് മീനാക്ഷിയാണെന്ന് പറയുന്നത്. മാഡം എന്ത് തോന്നുന്നു, ഭർത്താവിൻ്റെ ഇത്രയും സാഹസ്യമായ ഒരു പ്രകടനം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എൻ്റെ ഭർത്താവിൽ എനിക്ക് അഭിമാനമാണ്, പിന്നെ എൻ്റെ ഭർത്താവ് ഒരു ACP ആണ്, അപ്പം ഒരു ACP ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എൻ്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്, അതിലെനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. എപ്പോഴും എൻ്റെ വളരെയധികം വലിയൊരു അഭിമാനമാണ്, എൻ്റെ മനസ്സിൻ്റെ തന്നെ തലയെടുപ്പ് തന്നെയാണ് എൻ്റെ ACP എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ACP സന്തോഷമാവുന്നുണ്ട്. അപ്പം മീനാക്ഷി പിന്നെയും പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചെയ്തത് ഒരു പോലീസ് ഓഫീസ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് ചെയ്തത്, അല്ലാതെ ഇവിടെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തൊന്നുമല്ലോ, കണ്ടു ഡ്യൂട്ടി ചെയ്തു, ഡ്യൂട്ടിക്ക് സമയം നോക്കാൻ ചെയ്തു. അതിൽ തന്നെ എനിക്ക് കാർത്തിക്കിൻ്റെ കാര്യത്തിൽ വളരെ ഞാൻ ഭാര്യ എന്ന രീതിയിലായാലും ഒരു വ്യക്തി എന്ന രീതിയിലായാലും വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുവാണ് ACPയുടെ കാര്യത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ ചാനലുകാർ പോകുന്നു. അപ്പം ഇത് ഇന്നത്തെ രാത്രിത്തെ ഫ്ലാഷ് ന്യൂസാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴത്തേക്ക് ACP ആ കാശെടുത്ത് പമ്പിൻ്റെ ഓണറിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. അയാളും താങ്ക് യു സാർ എന്ന് പറയുന്നു. എന്നാൽ അയാൾ പോകുന്നു. ഈ കള്ളന്മാരെ പിടിച്ചും കഴിഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോകുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ TV ആണ്. ചെമ്പകമലത്ത് TV കാണുവാണ്. TV കാണുന്നത് നമ്മുടെ സാവിത്രിയുടെ ഹസ്ബൻഡ് രാമേട്ടനും നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ നന്ദിനിയമ്മയെല്ലാം എന്ന് കണ്ടിട്ട് അഭിമാനം തോന്നുന്നു. കൊള്ളാലോ. അപ്പോൾ സാവിത്രി പറയും, എൻ്റെ മോന് മിടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ മിടുക്കൊന്നുമല്ല, ഇതിനാണ് വളർത്തു ഗുണമെന്ന് പറയുന്നത്. കാരണം വളർത്തിയത് നന്ദിനി ആയാൽ നന്ദിനിയുടെ മകൻ ഇങ്ങനെ ആവത്തുള്ളൂ. ഉടനെ സാവിത്രി പെറ്റത് ഞാനാ, പക്ഷേ വളർത്തിയതിൻ്റെ അവക്കാണ് ഈ ക്രെഡിറ്റ് മൊത്തം എന്ന് സാവിത്രി മനസ്സിലായിരിക്കുന്നു. പക്ഷേ രാമേട്ടനാണ് ശരിയാ നന്ദിനിയടുത്ത് വളർത്തിയതിൻ്റെ എന്നുള്ള രീതിയിൽ തന്നെ അംഗീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ ACP എൻ്റെ മോൻ ഈ ചെമ്പകമംഗലത്തിന് അഭിമാനമാണെന്ന് മുത്തശ്ശി പറയുമ്പം അവൻ ഈ ചെമ്പകമംഗലത്തിന് മാത്രമല്ല ഈ നാടിനും ദേശത്തിന് തന്നെ ഒരു അഭിമാനമാണെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. നോക്കമ്മേ അവൻ ഒറ്റ കൈ കൊണ്ട് എല്ലാവരെയും പിടിച്ച് വീഴ്ത്തുന്ന കണ്ടില്ലേ നന്ദിനി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷിയും കൂടി TV കാണുന്നത്. ഓസിനെ അവളും കൂടെ അങ്ങ് ഞെളിഞ്ഞല്ലോ, മീനാക്ഷിയും വന്ന് ഷോന് നിൽപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഭർത്താവിൻ്റെ ഓരോ പ്രവർത്തനത്തിൽ ഭാര്യയിലെ അഭിമാനിക്കുന്നതെന്ന് ഇവിടെ നമ്മുടെ മുത്തശ്ശി പറയുന്നത്. അവളൊന്ന് ഞെളിഞ്ഞല്ലോ എന്നുള്ള രീതിക്ക് അത് സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മീനാക്ഷി കണ്ടത്. അങ്ങനെ അവർ ആ ന്യൂസ് കണ്ടു കഴിഞ്ഞു. ന്യൂസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ACP വീട്ടിലേക്ക് കയറി വരുവാണ്. നമ്മുടെ മീനാക്ഷിയും കയറി വന്നു. രണ്ടുപേരും TV-യിലൊക്കെ വന്നല്ലോ. അയ്യോ ACPക്ക് ഇത്ര നേരമായിട്ട് ACP കൈ ഒഴിഞ്ഞില്ല. ACPക്ക് വരുന്ന വഴിയിലെല്ലാം അതിന് കൺഗ്രാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ACP ഓരോരുത്തർക്കും അതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ACP മടുത്ത്. അങ്ങനെ ACP കയറി അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കൂടെ വന്നിരിക്കുന്നു. നീ അഭിമാനമുള്ള ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി പൊക്കുന്നു. അയ്യോ നിനക്ക് എങ്ങനെ തോന്നിയിടാ മോനെ ഇത്രയും വലിയ ധൈര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് മീനാക്ഷി കൂടെ ഉള്ളപ്പോൾ എങ്ങനെ തോന്നി മോനെ ഇത്ര ധൈര്യം നന്ദിനിയമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഉണ്ടാകുന്നതാണ് അമ്മ എൻ്റെ ധൈര്യം. കാരണം അവളുടെ മുന്നിൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും അവളിലേക്ക് ഒരു കൈ പോലും പോകരുത് എന്നുള്ള ഭയങ്കര ഒരു വിശ്വാസത്തിനകത്താണ് ഞാൻ അവന്മാരെ അത്രയും എടുത്തിട്ട് ചാമ്പിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവളുള്ളപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്, എനിക്ക് ഭയങ്കര ഒരു എനർജിയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാവിത്രിക്ക് തീരെ സുഖം. ഇവൻ വരെ ഭയങ്കര ഒരു അച്ചിക്കൊന്തനായി മാറുമെന്നല്ലോ എന്ന് സാവിത്രി ചിന്തിക്കുകയാണ്. പിന്നെ ഇതേ സമയം തന്നെ ഇതേ TV-യിലെ ന്യൂസ് എവിടെ കാണുമെന്നറിയോ, നമ്മുടെ വൈശാഖിൻ്റെ വീട്ടിൽ കാണും. വൈശാഖ് നിൽക്കുവാണ്, മൈഥിലി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ താരക പണിക്കരുടെ ഹസ്ബൻഡും സെറ്റിയിൽ നിന്ന് കാണുവാണ്. അപ്പം കാണുമ്പോഴത്തേക്കും ACP വൻ കുറ്റവാളികളായ ക്രിമിനലുകളെ പിടിച്ച് കീഴടക്കി എന്ന് പറയുന്നത് കഴിയുമ്പോഴത്തേക്കും താരക പണിക്കരുടെ ഹസ്ബൻഡ് അതായത് വൈശാഖിൻ്റെ ഫാദർ പറയുവാണ്, ഇവൻ മിടുക്കനാ, ഇവൻ ഭയങ്കര പുലിയാന്നേ, ഇവൻ ചിലപ്പോൾ ഇപ്പോൾ ACP എന്ന് മാറി ചിലപ്പോൾ IG ആയിട്ട് വല്ല പ്രൊമോഷനൊക്കെ കിട്ടിയെന്നിരിക്കും. ഉടനെ കേട്ടെ താൻ മിണ്ടാണ്ടിരിക്കണോ മനുഷ്യ എന്ന് നമ്മുടെ താരക പണിക്കർ പറഞ്ഞു. അല്ലടി അവൻ്റെ ഒരു ധൈര്യം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത മീനാക്ഷി സംസാരിക്കുന്നുണ്ട്. മീനാക്ഷി സംസാരിക്കുന്ന നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവിൽ എനിക്ക് അഭിമാനമാണ്, ACP ഭയങ്കര നല്ല ബോൾഡാന്നൊക്കെ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ മൈഥിലിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മൈഥിലിക്ക് ഒരു നേരിയ സങ്കടമുണ്ട്. താൻ ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെയാണല്ലോ മിസ് ചെയ്ത് കളഞ്ഞെന്നുള്ള സങ്കടവും ഉണ്ട്. വൈശാഖനാണെന്നും കേട്ടിട്ട് ചൊറിഞ്ഞു വന്നിരിക്കുകയാണ്. വൈശാഖൻ്റെ അമ്മ താരക പണിക്കർക്കും
ഭയങ്കര ചൊറിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചൊറിഞ്ഞ് കേൾക്കുമ്പം ഈ ചൊറിച്ചിലൊന്നും ഇല്ലാതെ തന്നെ കേൾക്കുന്ന വ്യക്തി ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരാളെ നല്ലതിനെ അംഗീകരിക്കുമോ അതേപോലെ അംഗീകരിച്ച് കേൾക്കുവാണ് വൈശാഖിൻ്റെ അച്ഛൻ. ഇതൊന്നും ഇല്ലാതെ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അവന് നല്ല മിടുക്ക കണ്ടില്ലേ, അവൻ്റെ ഭാര്യ കണ്ടില്ലേ, പിന്നെ അവൻ ഓസിനെ അവളും കൂടെ കയറി ഇതിനകത്ത് അങ്ങ് ചമഞ്ഞങ്ങ് നിന്ന് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി താരകപടി പറഞ്ഞു. എടി അത് അങ്ങനെയല്ലേ, കാരണം ഭർത്താവ് ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനകത്ത് ഭാര്യ എന്താണ്, അതിനകത്ത് ഭാര്യയ്ക്കല്ലേ ഇതൊരു അഭിമാനം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവിൻ്റെ നല്ല നല്ല പ്രവർത്തനത്തിൽ ഭാര്യ അഭിമാനിക്കൂടി, അതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവന് നോക്കിക്കോണേ, നീ നോക്കിക്കോ, അവൻ IG ആയിട്ട് വരെ ചിലപ്പോൾ ഒറ്റയടിക്ക് ഈ ഒറ്റ കാര്യം വെച്ചിട്ട് പ്രൊമോഷൻ കിട്ടും. ഈ കാരണം ന്യൂസിൽ പറയുന്നതല്ലേ, എല്ലാവരും വിളിച്ച് അവൻ എന്താണ് പ്രത്യേക അഭിനന്ദനം അറിയിച്ചു എന്നൊക്കെ ഉള്ള കാര്യത്തിനകത്ത് ഉടനെ താരകമണിക്കർക്ക് അങ്ങ് ദേഷ്യം അങ്ങ് വരുക. അപ്പോഴത്തേക്കും താരമണി എടോ പൊഴച്ചാരെ, താനൊന്ന് വായടയ്ക്ക് മിണ്ടാണ്ടിരിക്കുള്ളൂ, താനങ്ങ് തുടങ്ങിക്കോളൂ, അങ്ങ് എല്ലാവരും അങ്ങ് പുകഴ്ത്താൻ വേണ്ടി അങ്ങ് ഇറങ്ങിക്കോളും, തനിക്ക് എന്തോ ഞങ്ങളെ കലിപ്പിക്കാൻ വേണ്ടിയാണെന്ന് താനീ പറയുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൈശാഖ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവൻ്റെ ഷോ ഓഫാന്നേ, ഞാൻ അവൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയപ്പോൾ അതിനെ നാണക്കേട് തീർക്കാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ നാട്ടിൽ എന്താണ് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ചുമ്മാ അവൻ്റെ തന്നെ സെറ്റപ്പിൻ്റെ ആൾക്കാരെ പറയുന്നു. നമ്മുടെ മൈഥിലി പറയുന്നുണ്ട്, ACP കാർത്തിക് അങ്ങനത്തെ ആളൊന്നുമല്ല, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ല, അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് ജെന്യൂനായി നടന്നൊരു കാര്യമാണ്. ACP എപ്പോഴും എന്താണ് നല്ല ധൈര്യശാലിയും തൻ്റെടിയുമാണ്, അങ്ങനെ നല്ല എന്താണ് ഒരു ഓഫീസർ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും വൈശാഖന് അങ്ങ് ദേഷ്യം വന്നിട്ട് ഒറ്റടി കൊടുക്കുക. നീ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവനെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്, നിനക്ക് എങ്ങനെ അവനെക്കുറിച്ച് അറിയാം, ഞാനേ അദ്ദേഹത്തിനെ കുറേ നാൾ ജീവിച്ചവളാണ്, എന്നിട്ട് ജീവിച്ചെങ്കിൽ പിന്നെ എന്തിനാ നീ അവനെ കളഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ പോയത്, അതിൻ്റെ ഒറ്റ അടി ചെവിക്കുലത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. മൈഥിലി ഞെട്ടി നിൽക്കുവാണ്. ഉടനെ അവിടെ തീർന്നില്ല, മൈഥിലിയുടെ അമ്മായിയമ്മയായ താരക പണിക്കർ ഉടനെ കൊടുക്കുവാണ്, എടി ഇങ്ങോട്ടേക്ക് നോക്കണം മൈഥിലി, നീ ഇറങ്ങി വന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി വന്നെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ മാനമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കണം, അല്ലാതെ എൻ്റെ മോൻ്റെ മനസ്സമാധാനം കെടുക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിൽക്കുവാണെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ എന്താണ് ഇഞ്ചറി ഇട്ട് വലിപ്പിക്കും, നീ ഇവിടെ കിടന്ന് ശരിക്കും പാടുപെടും, കേട്ടോടി അഴകിയ ലൈലേ എന്ന് പറഞ്ഞ് അവർ ഡയലോഗ് കൊടുക്കുവാണ്. ഇത് കേട്ട് മൈഥിലിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം അഴകിയ ലൈല ഡയലോഗ് എന്തുകൊണ്ടാണ് ഫേമസ് എന്നറിയാം, ചതിയും വഞ്ചനയും ചെയ്ത ഒരു പെണ്ണിന് പറയുന്ന ഡയലോഗ് എന്ന രീതിക്ക് അത്. അപ്പം അതെല്ലാം കേട്ട് എന്താണ് മൈഥിലിക്ക് സങ്കടം. കാരണം ഒന്നാമതേ നീ ഒരു വൈശാഖ് ഒരു പന്നനാണ്, എന്നിട്ട് ഇതെല്ലാം കൂടെ കേൾക്കേണ്ട വരുന്നു, അടി വഴക്ക്, ഇതിനേക്കാൾ എന്തും വെച്ചോ ACPയുടെ കൂടെയുള്ള ജീവിതമെന്ന് മൈഥിലി ആലോചിച്ച് സങ്കടപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചെമ്പകമംഗലത്താണ്. ACPക്ക് വേണ്ടി സ്പെഷ്യൽ സർപ്രൈസ് ഒരുക്കി കൺഗ്രാറ്റ്സ് എന്നൊക്കെ ബലൂണൊക്കെ കൊണ്ട് നന്നായിട്ട് നീറ്റായിട്ട് എഴുതി റൂമിനകത്ത് നീറ്റായിട്ട് എഴുതി വെച്ചിട്ട് ACP വരുന്നതും കാത്തിരിക്കുവാണ്. പക്ഷേ ACP വരുന്നതും കാത്ത് നിലത്തൊന്നുമല്ല മീനാക്ഷി ഇരിക്കുന്നത്. മീനാക്ഷി നേരെ തട്ടുമ്പോൾ തന്നെ വണ്ടേ കയറി ഇരിക്കുവാണ്. ACP ഇത് കണ്ട് ഇത് കൊള്ളാലോ, ഇതെങ്ങനെ ഈ ഡെക്കറേഷനൊക്കെ ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ, കാരണം ACP കോൾ സംസാരിച്ചുകൊണ്ട് വന്നിട്ട് അത് കാണുവാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡ് ടോട്ടൽ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കും.